കാലത്തിൻ്റെ അവശേഷിപ്പുകളായി ഈ പാലം ഇതാ ഇങ്ങനെ തിരമാലകളുടെ ആഘാതമൊക്കെ ഏറ്റുവാങ്ങി നിൽക്കുകയാണ്, തുരുമ്പിച്ച പാളങ്ങളുമായി. പക്ഷെ ഇവിടുത്തെ ഓർമ്മകൾക്ക് ഒരിക്കലും തുരുമ്പെടുക്കുന്നില്ല. അറുപത്തിനാലിലെ ദുരന്തത്തിന് ശേഷം ഒറ്റപ്പെട്ടുപോയ രാമേശ്വരത്തെ എത്രയും വേഗം വൻകരയോട് ബന്ധിപ്പിക്കുക എന്നതായിരുന്നു വെല്ലുവിളി. നാടിനെയാകെ വല്ലാതെ ആഘാതത്തിലാക്കിയ ആ ചുള്ളിക്കൊടുങ്കാറ്റ് ദുരന്തത്തിന് ശേഷം പാമ്പൻ ദ്വീപിന് വൻകരയുമായി ഒരു ബന്ധവുമില്ലാതായി. കേന്ദ്ര സർക്കാർ ഒരു വലിയ നിയോഗം നമ്മുടെയൊക്കെ അഭിമാനമായ ഈ ശ്രീധരനെ ഏൽപ്പിച്ചു. 6 മാസമായിരുന്നു സമയം കൊടുത്തത്. പക്ഷെ വെറും 46 ദിവസം കൊണ്ട് പ്രകൃതിയുടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഈ ട്രാക്കിലൂടെ വീണ്ടും ട്രെയിൻ ഓടി. 1988-ൽ 2.3 കിലോമീറ്റർ നീളത്തിൽ ഇന്ത്യയിലെ ആദ്യ കടൽ റോഡ് പാലം പാമ്പനിൽ ഉയർന്നു. ഇതോടെ രാമേശ്വരത്തേക്ക് റെയിൽ റോഡ് കണക്ടിവിറ്റികൾ സാധ്യമായി. റെയിൽ പാലത്തിൽ പിന്നീടും പലതവണ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു. 2007-ൽ ബ്രോഡ് ഗേജായി മാറ്റി. 2014-ൽ 100 വർഷം പൂർത്തിയായ റെയിൽ സർവീസ് പാലത്തിന്റെ പഴക്കം കണക്കിലെടുത്ത് 2022-ൽ അവസാനിപ്പിച്ചു. രാമേശ്വരത്തേക്കും ധനുഷ്കോടിയിലേക്കുമുള്ള ഗതാഗതം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതാണ് ഈ പുതിയ കാലത്ത് ഇന്ത്യൻ റെയിൽവേ ഒരുക്കുന്ന ഏറ്റവും വലിയ വിസ്മയം. പഴയ പാമ്പൻ പാലവും നമുക്ക് അത്ഭുതമായിരുന്നു. പുതിയ പാമ്പൻ പാലം അതിലേറെ അത്ഭുതമാകുന്നു. പഴയതുപോലെ തന്നെ ഇത്തവണയും ബോട്ടുകൾക്ക് കടന്നു പോകാനുള്ള വലിയ പാസേജ് ഒരുക്കിയിട്ടുണ്ട്. അത് പക്ഷേ അത്രയും ഭാഗം നേരെ മേലേക്ക് ഉയർന്നുകൊണ്ടാണ് അങ്ങനെ ഒരു വഴി തുറക്കുക. പിന്നീട് അത് പൂർവ്വസ്ഥിതിയിലായി ട്രെയിനുകൾക്ക് കടന്നു പോകാം. പരീക്ഷണ ഓട്ടങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. വീണ്ടും അതിൻ്റെ കൂടുതൽ പരീക്ഷണ ഘട്ടങ്ങൾ നടക്കുന്നു. എന്തായാലും വളരെ വേഗം രാമേശ്വരത്തേക്ക് വിനോദസഞ്ചാരികൾക്ക് ഒഴുകിയെത്താനുള്ള അവസരമാണ് ഇന്ത്യൻ റെയിൽവേ ഒരുക്കുന്നത്. രാമേശ്വരത്ത് വമ്പൻ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണവും നടക്കുന്നു. ഇതെല്ലാം പ്രവർത്തന സജ്ജമാകുന്നതോടെ രാമേശ്വരത്തിന്റെ വളർച്ചയുടെ വേഗം കൂടും. ധനുഷ്കോടിയിലേക്ക് വീണ്ടും റെയിൽവേ എത്തിക്കുന്നത് കേന്ദ്രത്തിന്റെ പരിഗണനയിലുണ്ടായിരുന്നു. എന്നാൽ പരിസ്ഥിതി ലോല മേഖലയായതിനാൽ നിർമ്മാണം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. അതോടെ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. അത് ഞങ്ങൾ ആശപ്പെടുறோம். ஆனால் வந்துட்டு இப்போ அந்த மாதிரி வரல. இப்போ ரயில்வே கூட ரயில்வே போக்குவரத்து விடுறதா சொன்னாங்க. அது என்னன்னு தெரியல. அப்புறம் கப்பல் துறைமுகம் கப்பல் போக்குவரத்துன்னு சொல்லியிருக்காங்க. இது வரைக்கும் எதுவும் பண்ண மாதிரி தெரியல. നമ്മുടെ രാജ്യത്തിൻ്റെ മുനമ്പാണിത്. ഇവിടുന്ന് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ ശ്രീലങ്കയിലേക്ക്. ധനുഷ്കോടിയിലേക്ക് പണ്ട് ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്ന കാലത്ത് ബോട്ടിലായിരുന്നു പിന്നെ സിലോണിലേക്കുള്ള യാത്ര. പതിറ്റാണ്ടുകൾ പിന്നിട്ടു, ദുരന്തമൊക്കെ മാറി. പിന്നീട് വാഹനത്തിൽ കടലിലൂടെ എന്ന വണ്ണം ധനുഷ്കോടിയിലേക്ക് യാത്ര ചെയ്തിരുന്ന കാലവും മാറി. ഇപ്പോൾ വിശാലമായ റോഡിലൂടെ ധനുഷ്കോടിയുടെ മുനമ്പ് വരെ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. റോഡിന് ഇരുവശവും കൊച്ചു കൊച്ചു കടകൾ. ദുരന്തത്തിന്റെ അവശേഷിപ്പുകളായ പള്ളിയും റെയിൽവേ സ്റ്റേഷനുമൊക്കെ പ്രധാന കാഴ്ചയിടങ്ങളായി മാറി. മത്സ്യബന്ധനം നടത്തുന്ന ഒട്ടേറെ കുടുംബങ്ങൾ ഇപ്പോൾ ധനുഷ്കോടിയിൽ താൽക്കാലിക കുടിലുകളിൽ താമസിക്കുന്നുണ്ട്. ഏതൊക്കെ കാറ്റും മഴയും വന്നാലും കടലിന്റെ മക്കൾക്ക് അങ്ങനെ വിട്ടുപോകാനാകില്ലല്ലോ ധനുഷ്കോടിയെ.